പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് ഉളഹിയത്ത് അറുക്കുമ്പോൾ പറയാൻ വേണ്ടി കൽപ്പിച്ച പദവും ഇത് തന്നെയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇത് പറഞ്ഞു ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഴക്കിയ മനോഹരമായ ശബ്ദം കാലഘട്ടങ്ങൾക്കിപ്പുറം തന്റെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കപ്പെടുമ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ ഒരു കാര്യവും പഠിപ്പിച്ചു കൊടുത്തില്ല. അല്ലാഹുവിന്റെ ഹബീബിന് മുമ്പ് ലോകത്തെ അല്ലാഹു എന്ന് പഠിപ്പിക്കാൻ വന്ന പരമാധികാരിയായ റബ്ബിനെ ലോകത്തോട് പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അന്ന് മുഴക്കിയ മഹാസന്ദേശത്തെ കാലഘട്ടങ്ങൾക്കിപ്പുറവും തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളോട് പറയുകയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തനിക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കപ്പെടുമ്പോൾ ആ ഉളഹിയത്ത് മൃഗത്തിനെ സാക്ഷിയാക്കി മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ മുഴക്കിയതും കാലഘട്ടങ്ങൾക്കൊന്നും ഇബ്രാഹിം നബി അല്ലാഹുവിനോട് എന്താണോ പറഞ്ഞത് അത് തന്നെ പറയുകയാണ്, അത് പറയിപ്പിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന സന്ദേശം, നമുക്ക് അല്ലാഹു നൽകിയതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, നമ്മുടേതല്ല എന്ന സന്ദേശം.